തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ നിന്നും ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഒരു സ്വകാര്യ കമ്പനിയുടെ ആഘോഷത്തിന്റെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കോഴിക്കോട് ബീച്ചിലെ മനോഹരമായ മണൽപ്പുറത്തെ മാലിന്യമാക്കിയിരിക്കുകയാണ്. ഇത് നീക്കം ചെയ്യാൻ പാടുപെടുകയാണ് ഈ തൊഴിലാളികൾ. കൂടുതൽ ഈ സർക്കാർ ഭരണത്തിൽ നിന്ന് കൂട്ടി തന്നാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഉപകാരമാണ്. അത് ഞങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും കൂടെ ഉണ്ട്, ഞങ്ങൾക്കാണ് കൂട്ടാത്തത്. ഞങ്ങളിതിൻ്റെ ആൾക്കാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, മന്ത്രിക്കും ഒരിക്കലും കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളേറെയായി നഗരത്തെ മനോഹരമാക്കി നിർത്താൻ പുലർച്ചെയെത്തി ചപ്പും ചവറും വാരുന്ന ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കാം. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല സാറേ, ഒന്നുമില്ല ഞങ്ങൾക്ക്. 21 വർഷം കഴിയാറായി. ഡിസംബർ 12 വന്നാൽ 21 വർഷം കംപ്ലീറ്റ് ആയി. ഇനി 22ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് സാർ. ഞങ്ങളുടെ 34-35 വയസ്സിൽ ഞങ്ങൾ ഇവിടെ ജോലിക്ക് കയറിയതാണ്. ഇന്ന് 54-55 വയസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്താ പെൻഷൻ്റെ സമയമായി സാറേ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കാലം, ഒരു 4-5 വർഷം ഞങ്ങൾക്ക് മിനിമം വേതനം കിട്ടണം. കാലമേറെയായി പണി തുടങ്ങിയിട്ട് മാന്യമായ വേതനമില്ല. അത് സ്വപ്നം കാത്ത് കൈകൊണ്ട് ചപ്പും ചവറും വാരുകയാണിവർ. കഷ്ടപ്പാടേറെയുള്ള ജോലിക്ക് അർഹമായ കൂലിയില്ല. PF-ഉം ESI-യും അങ്ങനെ ഒരാനുകൂല്യവും ഇവർക്കില്ല. സാറ് ഞങ്ങൾ ഒരുപാട് ചാനലുകാരോടും ഒരു മന്ത്രിമാരോടും മറ്റുള്ള സംഘടനകളോടും എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഇതുവരെ നടന്നിട്ടില്ല സാറേ. ശ്രീകണ്ഠൻ നായരുടെ നേരെയുള്ള ആ വിശ്വാസം കൊണ്ട് ഞങ്ങൾ പറയുകയാണ് സാറേ, ഞങ്ങളെ ഈ സങ്കടം ഞങ്ങൾ ഏറ്റെടുക്കണം, ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തരണം. മുന്നണികളെല്ലാം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ നാടും നഗരവും മനോഹരമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ ഈ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് ആരും പറയുന്നില്ല എന്നതാണ് ദുഃഖസത്യം. നമ്മുടെ കേരളം മനോഹരമാക്കി നിർത്തുന്നതിൽ ഈ മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ അവരുടെ ജീവിതം അത്രയൊന്നും മനോഹരമല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സത്യം. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം കോഴിക്കോട് ബീച്ചിൽ നിന്നും ദീപക് ധർമ്മടം, 24.